അള്ളാഹുവിനോടുള്ള ലദ്ദത്തില്ല, ഖുർആൻ ഓതാൻ താല്പര്യമില്ല. ഖുർആൻ ഒരു 10 മിനിറ്റ് കേൾക്കുന്ന കാതുകൾ ഇന്നത്തെ ഉമ്മത്തിലില്ല. മുമ്പ് വെള്ളിയാഴ്ച ദിവസം 7 മണിക്ക് രാവിലെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങനെ ഓതുന്നത് ആകാശവാണിയിൽ കേൾക്കാൻ വേണ്ടി റേഡിയോ തിരിച്ചു വെച്ച് കാത്തിരുന്നതാകുന്ന ഉപ്പമാരുള്ള ഒരു കാലഘട്ടം പഴയ തലമുറക്കുണ്ടായിരുന്നെങ്കിൽ ഇന്ന് വിരൽ തുമ്പുകളിൽ പരിശുദ്ധമായ ഖുർആനിന്റെ മാസ്മരികമാകുന്ന ഓതലുകൾ ലഭിക്കുന്ന വീടിന്റെ അകത്തലങ്ങളിൽ ഇരുന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ കേൾക്കാൻ ആരാ തയ്യാറാകുന്നത്? നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യുദ്ഫഉൻ മുസ്തമിൽ ഖുർആനി ബൽ വദുനിയാ വഅൻതാലിൽ ഖുർആനി ബൽ വൽ ആഖിറ. പരിശുദ്ധമായ ഖുർആൻ കേൾക്കാൻ തയ്യാറാകുന്ന മുസ്ലിമേ, മുസ്ലിമത്തെ, ദുന്യവിയായ ബലാ മുസീബത്തുകളെ തൊട്ട് അല്ലാഹു നിങ്ങളെ കാക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖുർആൻ ഓതാൻ തയ്യാറാകുന്ന മുസ്ലിമേ, മുസ്ലിമത്തെ, വീട്ടിൽ യാസീൻ ഓതിയാൽ, സൂറത്തുൽ വാഖിഅ ഓതിയാൽ, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ, വഅൻതാലിൽ ഖുർആനി ബൽ വൽ ആഖിറ, ആഖിറത്തിലെ ജീവിതം സന്തോഷകരമാണ്, ഖബറിലെ ജീവിതം സന്തോഷകരമാണ്, മഹ്ശറിയുടെ ലോകം സന്തോഷകരമാണ്, ഇനി അങ്ങോട്ടുള്ള ജീവിതം മുഴുവനും ആനന്ദമാണ്. ആഖിറത്തിലെ ജീവിതത്തിന്റെ എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ട് അല്ലാഹു നിങ്ങൾക്ക് സംരക്ഷണം നൽകുമേ പരിശുദ്ധമായ ഖുർആൻ ഓതിയാലെങ്കിലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യനാമു ഹത്താ യഖറഅ അലിഫ് ലാം മീം സജദ വസൂറത്തുൽ മുൽക്ക്. എല്ലാ ദിവസവും ഉറക്കിലേക്ക് പെരുമാറുന്നതിന് മുമ്പ്, ഉറങ്ങുന്നതിന് മുമ്പ് നബി തങ്ങൾ 2 സൂറത്ത് ഓതിയിരുന്നു എന്ന് ഉറപ്പുവരുത്തിയിരുന്നു. ഒന്ന് സൂറത്തുൽ മുൽക്കാണ്, രണ്ടാമത്തേത് സജദയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖബറിന്റെ ശിക്ഷയെ തൊട്ട് നിങ്ങൾക്ക് സംരക്ഷണം ലഭിക്കണോ, പരലോക ജീവിതം നിങ്ങൾക്ക് സന്തോഷകരമാകണോ, സൂറത്തുൽ മുൽക്ക് ഓതണേ, ഓതണേ. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. പരലോക ജീവിതത്തിന്റെ തുടക്കം ഖബറാണ്, ഖബറാണ്. ആ ഖബറിൽ ആരൊരുവൻ രക്ഷപ്പെട്ടു, ശേഷമുള്ളതിൽ സംരക്ഷണമാണ്, സംരക്ഷണമാണ്. ഖബറിന്റെ ചോദ്യങ്ങളിൽ, അതിന്റെ ഇടുക്കത്തിൽ, ഞെരുക്കത്തിൽ, അദാബുകളിൽ അകപ്പെട്ടു പോയോ, ഫമാ ബഅദഹു അശദ്ദു. ശേഷമുള്ള ജീവിതം പ്രയാസമാണ്, പ്രയാസമാണ്. ആ ഖബറിന്റെ ഏകാന്ത ജീവിതത്തിൽ നിനക്ക് സന്തോഷം ലഭിക്കുന്ന സൂക്തമേതെന്നറിയുമോ? സൂറത്തുൽ മുൽക്കാണ്, മുൽക്കാണ്. സൂറത്തുൽ മുൽക്ക് ഓതിയാൽ കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും സൂറത്തുൽ സജദ കൊണ്ട് ലഭിക്കും. ഈ 2 സൂറത്തുകൾ ഓതാതെ അല്ലാഹുവിന്റെ റസൂൽ ഉറക്കിലേക്ക് പോയിരുന്നില്ല, നിദ്രയിലേക്ക് വഴിമാറിയിരുന്നില്ല. എല്ലാ ദിവസവും ഓതും ഈ 2 സൂറത്ത്. അപ്പൊ ഏത് 2 സൂറത്ത് നമ്മൾ കൊണ്ടുവരണം? സൂറത്തുൽ മുൽക്കും സൂറത്തു സജദയും ഓതണം എല്ലാ ദിവസവും. സാലിഹീങ്ങളായ ആളുകൾ മഗ്‌രിബിന് ശേഷമുള്ള സുന്നത്ത് നമസ്കരിക്കുമ്പോൾ ഈ 2 സൂറത്തുകൾ, ഹിഫ്ളുള്ള ആളുകൾ ഈ 2 സൂറത്ത് അപ്പോൾ ഓതും. അതുപോലെ സലാത്തുൽ അവ്വാബീനുണ്ട്, മഗ്‌രിബ് ഇശായിന് ഇടയിലുള്ള സുന്നത്ത് നമസ്കാരം, ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്തെങ്കിലും നിസ്കരിക്കുമ്പോൾ അതിൽ ഓതി നമസ്കരിക്കും സാലിഹീങ്ങൾ. അങ്ങനെയാണ്, എത്രയോ മഹത്തുക്കൾ അങ്ങനെയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഖുർആൻ ഓതണം, ഖുർആൻ ഓതാതെ രക്ഷയില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ സൂറത യാസീൻ സബാഹൻ വമസാആ. രാവിലെയും വൈകിട്ടും ഓരോ പ്രാവശ്യം നബി തങ്ങൾ സൂറത്ത് യാസീൻ ഓതിയിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടുന്ന് നിവേദനം ചെയ്യുന്നു, എല്ലാ ദിവസവും. കാന എന്ന പദം ദവാമിനെ കുറിക്കുമെന്നാണ് താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാ ജമുൽ ജവാമിൽ രേഖപ്പെടുത്തി. അഥവാ നിത്യമായി ചെയ്യുന്ന അമലുകളാണിത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ദിവസം പോലും മുടങ്ങൂല. രാവിലെ ഓതും, വൈകിട്ട് ഓതും, രാവിലെ ഓതും, വൈകിട്ട് ഓതും. നമ്മൾ ഒരു യാസീൻ ഓതിയാൽ തന്നെ വലിയ സംഭവം. എന്നിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പിലെല്ലാം കൊണ്ട് ഇത് ഫിറ്റ് ചെയ്യുക. ഇതിന്റെ ഒരു യാസീൻ ആർക്കും വേണ്ട? എല്ലാ ദിവസവും ആര്? ഖുർആൻ ഇറക്കപ്പെട്ട പ്രവാചകൻ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം.
ഓത് മാത്രല്ല, ഓതി കേൾക്കും. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, ഇബ്നു മസ്ഊദേ, എനിക്കൊന്ന് ഖുർആൻ ഒന്ന് ഓതി തരുമോ? ഇബ്നു മസ്ഊദേ, ഇസ്ലാമിൽ 4 ഖാരിഈങ്ങളാണ് ഉള്ളത്. ഏറ്റവും വലിയ ഖുർആൻ മനോഹരമായി പാരായണം ചെയ്യുന്നതായ മഹത്തുക്കൾ 4 പേരാണ്. 4 പേരാണ്. അതിൽ പ്രമുഖനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മനോഹരമായ ഓതലാണ്, പാരായണമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളോട് പറയുകയാണ്, നബിയേ, തങ്ങൾക്കല്ലേ ഖുർആൻ ഇറക്കപ്പെട്ടത്, എങ്ങനെയാണ് തങ്ങളുടെ മുന്നിൽ ഈ വിനീതൻ ഇരുന്നു കൊണ്ട് ഓതുക? റസൂലുള്ളാഹി പറയുന്നു, ഇബ്നു മസ്ഊദ്, ഞാനല്ലാത്ത മറ്റൊരാളിൽ നിന്ന് ഈ ഖുർആനിന്റെ പാരായണത്തെ ശ്രവിക്കാൻ താല്പര്യമുണ്ട് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്, സൂറത്തുൻ നിസാ പാരായണം ചെയ്യുകയാണ്. 41-ാമത്തെ വചനത്തിലേക്ക് എത്തുമ്പോ ഒരു ഏങ്ങിക്കരച്ചിൽ കേൾക്കുകയാണ്. നോക്കുമ്പോൾ നബിതങ്ങൾ പൊട്ടിക്കരയുകയാണ്. നബിതങ്ങളോട് ചോദിച്ചു, എന്തു പറ്റി നബിയേ? മായുബ്കീക യാ റസൂലല്ലാഹ്, എന്താണ് തങ്ങളെ കരയിച്ചത്? തങ്ങളൊന്ന് പറയുമോ ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇബ്നു മസ്ഊദേ, നീ ഓതിയതാകുന്ന ആയത്തിന്റെ അർത്ഥതലങ്ങൾ ഞാൻ ചിന്തിച്ചതാണ്. ഫകൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തി കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തി വിചാരണ ചെയ്യുമ്പോ ഓരോ സമുദായക്കാരുടെയും നേതാക്കളായി അതത് സമുദായത്തിന്റെ പ്രവാചകന്മാർ മുമ്പിലൂടെ കടന്നു വരികയാണ്. ഓ നബിയേ, നബിയേ, തങ്ങളുടെ സമുദായത്തെയും വഹിച്ചുകൊണ്ട് തങ്ങൾ ആ സദസ്സിലേക്ക് വരുന്ന രംഗം ഒന്ന് ചിന്തിക്കണേ ഹബീബേ. മഹ്ശറെ കുറിച്ച് ഓർമ്മ വരുത്തുന്നതായ ആയത്തങ്ങോട് കേട്ടപ്പോ ഫബകാ ബുകാഅൻ ശദീദാ, നബി തങ്ങൾ കരയുകയാണ്. നമ്മൾ വല്ലതും കരയുന്നുണ്ടോ? നമ്മൾ എന്തിനാ കരഞ്ഞത്? ആരെങ്കിലും മരിക്കണം, മരിച്ചാൽ തന്നെ ഇങ്ങനെ നാട്ടുകാരെ കാണിക്കാനുള്ളൊരു കരച്ചിലാണിപ്പോ. നാട്ടുകാരെങ്കിലും ബന്ധുക്കളൊക്കെ കൂടി വരും, അവർ പോയി കഴിയുമ്പോൾ പൊറോട്ടയും ബീഫും റാഹത്തായിട്ട് സെറ്റ്. വീണ്ടും അടുത്ത ആൾ വരുമ്പോഴത്തേക്കും വീണ്ടും ഒരു കണ്ണീര്. ഇങ്ങനെ കരയുന്ന അവരെ കാണിച്ച് ഇവരെ കാണിച്ചുള്ള പരിപാടിയല്ലേ, തരികിട പരിപാടിയല്ലേ ചെയ്യുന്നത്. ഉമ്മ മരിച്ചപ്പോൾ ഞാൻ അടുത്തുണ്ടായിരുന്നു. ഞാൻ ഉമ്മാക്ക് വിക്ര ചൊല്ലിക്കൊടുത്ത് ഉമ്മയുടെ നാവിലോട്ട് അവസാനം വെള്ളം പിഴിഞ്ഞു കൊടുത്ത് സംസം വെള്ളം കൊടുത്ത് ഉമ്മ എൻ്റെ കൈക്ക് ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോളേന്ന് വിളിച്ചിട്ടാണ് ഉമ്മ മരിച്ചതെന്ന്. ആരും ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് സുഖമായിട്ടൊന്നും പറയാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒപ്പിക്കുകയാണ്. കാരണം എന്തിനാ? ബന്ധുക്കൾക്കിടയിൽ ഒരു സംഭവം കിട്ടും. പെണ്ണുങ്ങൾ ഇതൊക്കെയാണ് പിന്നെ പറഞ്ഞു നടക്കുന്നത്. 10 മിനിറ്റ് പിന്നെ ഇതാ വരും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 3 ദിവസത്തേക്ക് ഇതിൻ്റെ വയലാണ്. മരിക്കുന്ന സമയത്ത് ഞാൻ അടുത്തുണ്ടായിരുന്നില്ല, ഞാൻ അങ്ങനെ ചൊല്ലിക്കൊടുത്ത് ഇങ്ങനെ എന്ത് കാര്യം, നീ എന്ത് ചെയ്തെന്നായി പറയുന്നു? ഇതൊക്കെ നാളെ മഹ്ശറയിൽ വെളിപ്പെടൂലേ? നാളെ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും വെളിപ്പെടും, തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും വെളിപ്പെടും. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹു വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹു. അണുമണി തൂക്കം നന്മ ചെയ്തവന്റെ നന്മ നാളെ കാണും, അണുമണി തൂക്കം തിന്മ ചെയ്തിട്ടുള്ളവന്റെ തിന്മയും നാളെ കാണും. നീ മരിക്കുന്ന സമയത്ത് എന്തൊക്കെ നീതിത്തരം ചെയ്തിട്ടുണ്ടോ അതൊക്കെ നാളെ കാണും, നാളെ മഹ്ശറയിൽ പിടിക്കപ്പെടും. നാട്ടുകാരുടെ മുന്നിൽ നിനക്കെന്തും പറയാം, കുടുംബക്കാരുടെ മുന്നിൽ ഇവിടെ എന്തും പറയാം. പക്ഷെ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയ്ക്ക് ഉപ്പയ്ക്ക് സംഭവിച്ചതാകുന്ന ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ നാളെ മഹ്ശറയിൽ എണ്ണി എണ്ണി പടച്ച റബ്ബിന്റെ മുന്നിൽ ഹിസാബിടപ്പെടും. നീ കാണിച്ച തോന്നിവാസങ്ങൾ, ചെയ്തിട്ടുള്ള നീചവൃത്യങ്ങളൊക്കെ നാളെ മഹ്ശറയിൽ അതൊക്കെ വരും. ചില ആളുകളൊക്കെ ഉണ്ട് അവസാനമാകുമ്പോൾ അതിങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു നാട്ടുകാരോട് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു പരിപാടി. ഇതിലൊന്നും കാര്യമില്ല. അതൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവർ ചെയ്തോട്ടെ, മറ്റുള്ള മതസ്ഥർ ചെയ്തോട്ടെ. കാരണം എന്താ? അവർ ഈ ദുനിയാവ് കൊണ്ട് അവസാനിച്ചു എന്ന് പറയുന്നവരാ. നമുക്ക് ദുനിയാവല്ല ആഖിറമാണ് വലുത്. അവിടെയാണ് ശാശ്വതമായ ജീവിതം. അങ്ങോട്ടേക്ക് പോവാൻ. അതുകൊണ്ട് ആവശ്യമില്ലാത്തതൊന്നും പറയാൻ നിൽക്കണ്ട. നല്ലത് പറഞ്ഞോ, അള്ളാഹു തൗഫീഖ് തരട്ടെ. നല്ലത് ചെയ്തോ, എന്നാലേ വിജയിക്കുള്ളൂ.
നമുക്ക് ഓതൽ വേണം, മറ്റുള്ള മക്കളെ കൊണ്ടൊക്കെ ഓദിക്കണം സഹോദരങ്ങൾ. അതിനാണ് ഞാൻ ഈ പറഞ്ഞത്, ഓതൽ കേൾക്കാന്ന് പറഞ്ഞാൽ മദ്രസയിൽ പഠിക്കുന്ന മക്കളുണ്ട് നമുക്ക്. നേരത്തെ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചല്ലോ, വെക്കേഷൻ സമയമാണ്, മദ്രസയിലേക്കൊക്കെ മക്കളെ കൃത്യമായി വിടുന്നുണ്ടോ എന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. മദ്രസകൾ കുറഞ്ഞ സമയമാണ് ഇപ്പോഴുള്ളത്. പണ്ടത്തെ മദ്രസ എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണിക്ക് തുടങ്ങി വൈകിട്ട് 3:30-4 മണി വരെ അസർ വരെ മദ്രസയാണ്. വെക്കേഷൻ സമയത്ത് പ്രത്യേക ഒരു അവധി പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് വോട്ടിനോടനുബന്ധിച്ച് 10 ദിവസം അവധി കൊടുത്തു, അല്ലാതെയുള്ള അവധികൾ എടുക്കുന്നു. മദ്രസകളോട് തീർത്തും താല്പര്യമില്ലാത്ത ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് ഇന്നത്തെ തലമുറ മാറി. 3-4 മണിക്കൂർ മാത്രമാണ് മദ്രസകൾക്ക് വേണ്ടി അവധി ദിനങ്ങളിൽ തന്നെ വെച്ചിട്ടുള്ളത്. അത് തന്നെ കൃത്യമായി വിടാത്ത സ്ഥലത്തിലേക്ക് നമ്മൾ എത്തിമാറിയിരിക്കുന്നു. താല്പര്യമില്ല. 5 ദിവസം നമ്മൾ ടൂറിന് പോയി, അവസാനം കത്തെഴുതി വിടുകയാണ്. വാപ്പ തന്നെ മകന് വയറിളക്കമായിരുന്നു, ഉമ്മ നല്ല റാഹത്തായിട്ട് ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്യണം. എല്ലാവരും കറങ്ങാൻ പോയതാണ്. പക്ഷെ മദ്രസയിലെ വിഷയത്തിൽ നമുക്കൊക്കെ ലാഘവത്താണ്. എവിടെയാ വിടുന്നത്? ദീൻ പഠിക്കാനാ വിടുന്നത്. എന്തിനാ വിടുന്നത്? മക്കൾ സൽസ്വഭാവിയാകാനാ വിടുന്നത്, കളവ് പറയാത്ത മക്കളാകാനാണ്. എന്നിട്ടോ കളവ് പറയാതിരിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്ന സ്ഥലത്തേക്ക് വിടുന്നതോ 5 ദിവസം പോകാതിരുന്നതിന് കത്തെഴുതി വിടുക. വയറിളക്കമായിരുന്നു, പച്ചയ്ക്ക് കളവെഴുതി. ഈ മക്കൾ പിന്നെ എങ്ങനെ സ്വാലിയാവും? വാപ്പ എഴുതുന്നു, ഉമ്മ ഒപ്പിടുന്നു, ഉമ്മ എഴുതുന്നു, വാപ്പ വലിയ ഒപ്പിടുന്നു. അപ്പൊ വലിയ ഒപ്പാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. പിന്നെ എങ്ങനെ രക്ഷപ്പെടും? എങ്ങനെ രക്ഷപ്പെടും? മക്കളൊക്കെ രക്ഷപ്പെടണമെങ്കിൽ ഈ കള്ളുകുടിയും ലഹരിയും ഈ അശ്ലീലതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ആദ്യം നന്നാവേണ്ടത് വാപ്പായും ഉമ്മായും. അങ്ങനെ റസൂൽ പഠിപ്പിച്ചത്. തുടക്കം അവിടെയാ. അല്ലാതെ മക്കളെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവരെങ്ങനെ വഴിവഴച്ചത്? ജനിച്ചു വീണപ്പോൾ അവരും വല്ല കുറ്റം ഉണ്ടായിരുന്നോ? ഒരു കുറ്റവും ഇല്ല. അവർ ഈ കുറ്റത്തിലേക്കൊക്കെ എത്തിപ്പെട്ടത് മാതാപിതാക്കളുടെ അശ്രദ്ധ കൊണ്ടാണ്. സയ്യിദുനാ റസൂലുള്ളാഹി ഖുർആൻ നല്ലതുപോലെ കേൾക്കുന്നവരാകണം. മദ്രസയിൽ വിടുന്ന മക്കൾക്കൊക്കെ തിയറികളാണ് പഠിപ്പിക്കുന്നത്. നിസ്കാരം, അതിന്റെ ആദാബുകളും ഷർത്തുകളും ഫർദുകളും ഒക്കെ പഠിപ്പിക്കുന്നു. ആ നിസ്കാരം കറക്റ്റാക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടത് വാപ്പായും ഉമ്മായിയാണ്. മകനെ പള്ളിയിലേക്ക് വിളിച്ചുകൊണ്ട് വരേണ്ട ചുമതല വാപ്പാക്കാൻ. മകളെ കൃത്യമായി 5 വഖത്ത് മകളെ ചേർത്ത് നിർത്തി നിസ്കരിപ്പിക്കേണ്ട ചുമതല ഉമ്മാക്കാൻ. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന സമയമാണ് ഈ വേനലവധി സമയം. നിങ്ങളുടെ അടുക്കളയിലെ തിലക്ക് തൽക്കാലം ഒന്ന് കുറച്ച്, എന്നിട്ട് ദുഹറിന്റെ സമയമാകുമ്പോൾ മകളോടൊപ്പം ചേർന്ന് നിസ്കരിക്കും. 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ മദ്രസയിൽ പഠിക്കുന്ന മകളില്ലേ? ആ ഉണ്ട്. അവളോട് പറയണം, നീയാണ് ഇന്ന് ഇമാമ് കേട്ടാ, ദുഹറിന് ഇമാമിക്കണം. ചീഫ് ഇമാമ് നിന്നെ ഏൽപ്പിച്ചിരിക്കുക. യാ അല്ലാ, ഒതു കൊടുത്തുണ്ടോ? അവളുടെ ഒതു നല്ലതുപോലെ ഉമ്മ നോക്കണം. ഒതുവിലുള്ള അപാകതകൾ, പോരായ്മകൾ പറഞ്ഞു കൊടുക്കണം. അതിനാദ്യം ഉമ്മാക്ക് ഒതു കൊടുക്കാൻ അറിയണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. വാപ്പ മകന്റെ ഒതു ശ്രദ്ധിക്കണം. ഒതു കൊടുത്തോണ്ട് വന്ന് അപ്പൊ അവനോട് ഒതു കൊടുപ്പിക്കും. അതിലുള്ള അപാകതകളൊക്കെ ശ്രദ്ധിക്കണം. ഇങ്ങനെയാണോ കൈ കഴുകുന്നത്? കൈ കൊണ്ട് മുട്ട നല്ല റായത്തായിട്ട് കെത്തി കഴുകണ്ടേ? ഒതുവിന് മുമ്പ് നിയ്യത്ത് വെച്ചോ? മോൻ കഴുകുന്നതിന് മുമ്പ് നിയ്യത്ത് വെച്ചോ? അത് പറഞ്ഞു കൊടുക്കണം, ശ്രദ്ധിക്കണം. കണങ്കാല്, കാല് നല്ല വൃത്തിക്ക് കഴുകുന്നുണ്ടോ? ശ്രദ്ധിക്കണം. യുസന്നു തസ്ലീസു കുല്ലിൻ മിൻ മഗ്സൂലിൻ വമംസൂഹിൻ വയുക്റഹു സിയാദതു അലൈഹാ വഹറാമുൻ ഇദാ കാന മുസബ്ബല. ഫത്ഹുൽ മുബീൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കാണുന്ന ഒരു ഇബാറത്താണ്. വീടിന്റെ അകത്തലങ്ങളിൽ നിന്ന് സ്വന്തമായിട്ടുള്ള സാമ്പത്തികം കൊണ്ട് ഒതു എടുത്താൽ പോലും 3ാമത്തെ പ്രാവശ്യത്തിൽ നിന്ന് 4ാമത്തെ പ്രാവശ്യത്തിലേക്ക് വെള്ളമെടുക്കൽ കറാഹത്താണ്. 3 പ്രാവശ്യം തടവലും കഴുകപ്പെടുന്ന അവയവങ്ങൾ കഴുകലുമൊക്കെ സുന്നത്താണ്. തല തടവലും ചെവി തടവലും സുന്നത്താണ്. 3 പ്രാവശ്യം ചെയ്യണം. കൈകൾ കഴുകണം, കാലുകൾ കഴുകണം, 3 പ്രാവശ്യം ചെയ്യണം, സുന്നത്താണ്. വയുക്റഹു സിയാദതു അലൈഹാ, അതിൽ കൂടുതൽ 4ാമത്തെ പ്രാവശ്യം വെള്ളം ഉപയോഗിക്കൽ സ്വന്തം പൈസ കൊണ്ടാണെങ്കിൽ പോലും ആ വെള്ളം ഉപയോഗിക്കൽ കറാഹത്ത്. വഹറാമുൻ ഇദാ കാന മുസബ്ബല, പള്ളിയുടേതാകുന്ന സ്വത്താണ്, പൊതു സ്വത്താണ് എങ്കിൽ അതിൽ 4ാമത്തെ പ്രാവശ്യം നീ ഉപയോഗിക്കുന്നതാകുന്ന വെള്ളം അത് ഹറാമാണ്, നിനക്ക് ശിക്ഷ കിട്ടുന്നതാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇപ്പൊ വളരെ ചൂട് കൂടിയ സമയം, പലയിടത്തും വെള്ളമില്ല, കിണറ്റി വെള്ളമില്ല. പൊതുവെ തടാകങ്ങളൊക്കെ വറ്റിവരണ്ടു, നദികളൊക്കെ വറ്റിവരണ്ടിരിക്കുന്നു. ഉള്ള വെള്ളം ഉപയോഗിക്കുമ്പോൾ മിതത്വം പാലിക്കണം. മൻ ഇഖ്തസദ അഗ്നാഹുല്ലാഹു വമൻ ബദറ അഫ്ഖറഹുല്ലാഹ്. സയ്യിദുനാ റസൂലുള്ളാഹി ഉള്ളതുകൊണ്ട് മിതത്വം പാലിച്ച് മാന്യമായ ജീവിതം നയിച്ച് ഒതുങ്ങിക്കൂടിയാൽ അള്ളാഹു അവൻ ഐശ്വര്യവാനാക്കും, ധനികനാക്കും. ആരെങ്കിലും ഉള്ളത് ദൂർത്തടിച്ച് കളഞ്ഞ് വെള്ളം ഇങ്ങനെ വാപ്പ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നല്ലേ, ഖത്തറിലും യുഎഇയിലും ബഹ്റൈനിലും ഒമാനിലും സൗദിയിലും ഒക്കെ ബന്ധുക്കൾ ഇങ്ങനെ കിടക്കാണ്. വാപ്പ ഒരുപാട് വലിയ കാശുകാരനാണ്, വലിയ ഗ്രോസറി ഉണ്ട്, ഷോപ്പിംഗ് മാൾ ഉണ്ട്, വലിയതാകുന്ന ഏക്കർ കണക്കിന് ഭൂസ്വത്തിന്റെ ഉടമയാണ്, വലിയ ബാങ്ക് ബാലൻസ് ഉണ്ട്, അതുകൊണ്ടൊന്നും പെട്ടെന്ന് തീരൂല എന്ന് പറഞ്ഞുകൊണ്ട് ഉപയോഗിച്ച് അത് നശിപ്പിക്കുന്നവരെ, തബ്ദീർ ചെയ്യുന്നവരെ അല്ലാഹു അവരെ അങ്ങേയറ്റം ദരിദ്രരാക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി
അതെല്ലാ വിഷയത്തിലും, വെള്ളത്തിന്റെ വിഷയം മാത്രമല്ല, സമ്പത്തിന്റെ വിഷയത്തിലൊക്കെ മിതത്വം പാലിക്കണം. ദീനിന്റെ വിഷയത്തിൽ കൊടുക്കണം. അല്ലാത്ത മറ്റുള്ള അനാവശ്യ ധൂർത്ത് ദുർവ്യയങ്ങളിൽ നിന്ന് പരിപൂർണമായി ഒഴിവായി നിൽക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ചെലവ് ചുരുക്കി ജീവിക്കണം എന്നർത്ഥം. ഇനിയുള്ള കാലത്ത് പ്രത്യേകിച്ച് യുദ്ധമൊക്കെ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഇത് അവസാനിച്ചു എന്ന് തോന്നുമ്പോൾ വീണ്ടും വീണ്ടും നീണ്ടു കിടക്കും. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അവസാന കാലഘട്ടമാകുമ്പോൾ ഇങ്ങനെയുള്ള പോരുകൾ വർദ്ധിക്കും, യുദ്ധങ്ങളും അക്രമങ്ങളും അധികരിക്കും, കൊലപാതകങ്ങൾ അധികരിക്കും. ഇത് അവസാന കാലഘട്ടത്തിന്റെ ലക്ഷണമാണ്. ഇത് അവസാനിച്ചിട്ട് നിങ്ങൾക്കൊരു സുഖജീവിതം കിട്ടുമെന്ന് നിങ്ങൾ ആരും വ്യാമോഹിക്കേണ്ട കേട്ടോ. ഇതിങ്ങനെ നീണ്ടു 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 കിടക്കും. അതുകൊണ്ട് തന്നെ ആ ഉള്ള സമയത്ത് ഉള്ള നല്ല ജോലി നോക്കി മാന്യമായ ശമ്പളം പറ്റി അത് പിടിച്ചു വെച്ച് മിതത്വം പാലിച്ച് ജീവിച്ചോ എങ്കിൽ അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം തരും. അതല്ല അടിച്ച് പൊളിച്ചുള്ളതെല്ലാം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി വിട്ട് വിഴുക്കി നല്ല റാഹത്തുള്ള ലാവിശായ ജീവിതം കാഴ്ചവെച്ചാൽ ഏറ്റവും വലിയ ദാരിദ്ര്യത്തിന്റെ കൊടുമുയിലേക്ക് നമ്മൾ എത്തും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പോൾ വീട്ടിൽ മക്കളുടെ വെള്ളത്തിന്റെ ഉപയോഗമൊക്കെ ശ്രദ്ധിക്കണം. മകൾ കുളിക്കുമ്പോൾ, മകൻ കുളിക്കുമ്പോൾ, ചില ആളുകൾ കുളിക്കാൻ കയറിയ പെണ്ണുങ്ങളൊക്കെ കയറിയാൽ 3 മണിക്കൂറൊക്കെയാണ് എടുക്കുക. നല്ല റാഹത്ത് ഷവറൊക്കെ തുറന്ന് വെച്ചിട്ട് പുറത്തോട്ട് മാറി സോഫൊക്കെ തേച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെയും വന്നു വെള്ളമെല്ലാം തീരല്ലേ. വെള്ളം ഇങ്ങനെ ഉപയോഗിച്ച് തീരാൻ ഏറ്റവും നല്ലത് ഷവറിന്റെ പരിപാടി ഒഴിവാക്കി ബക്കറ്റിൽ വെള്ളം എടുക്കലാണ്. അര ബക്കറ്റ്, ഞാനിപ്പോ കണക്കൊന്നും പറയുന്നില്ല, നമ്മുടെ നാട്ടിലെ ബക്കറ്റ് എടുത്താൽ അര ബക്കറ്റ് വെള്ളം കൊണ്ട് ആര് കുളിച്ചിരുന്നു? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അത്ര വെള്ളം മതി ഒരു മനുഷ്യന് വൃത്തിയായി കുളിക്കാൻ. നമ്മൾ പറയും പറ്റൂല, പെടുമ്പോൾ നമ്മളത് ചെയ്യുകയും ചെയ്യും. നമ്മൾ വാഷ്റൂമിൽ കയറി 2 കഴിഞ്ഞിട്ടിരിക്കുമ്പോഴത്തേക്ക് വെള്ളം തീർന്നു പോയി, ഒരു കപ്പ വെള്ളം ഉള്ളെങ്കിൽ ആഹത്തായിട്ട് കാര്യം സാധിച്ചിറങ്ങി വരും. കാരണം എന്താ? പെടുമ്പോഴാണ് ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുക. മറ്റേത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, തുറന്നിങ്ങോട്ട് വെച്ചിട്ട് അടിച്ച് ഫതഹാക്കി വിടുക. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അല്ലാഹ് എന്താണ്? ജ്യൂസാണ്? ബത്തക്കാണ്? തണ്ണിമത്തും ജ്യൂസാണ്? ആണ്? ഉമാർ ആവേശം കണ്ടപ്പോൾ തോന്നി, എനിക്ക് വേണ്ട. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. മാരെല്ലാം കൂടെ ചുറ്റും പിടിക്കുന്നുണ്ടപ്പോൾ ജനാസ കൊണ്ടുപോകുന്നല്ലേ എല്ലാവരും കൂടെ ആവേശം. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. വേഗം വേഗം ഇവിടെ ശ്രദ്ധിക്കണം, നല്ലപോലെ ശ്രദ്ധിച്ചോ, ശ്രദ്ധ പോകണ്ട. ഞാനിങ്ങനെ സ്പീഡിൽ പറയുന്നത് പലതും പറയാനുള്ളത് കൊണ്ടാണ്, ഒരുപാട് പറയാനുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ആയത്തോതി സോദ്യോതി വേഗം വേഗം പോകുന്നത്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ശ്രദ്ധിക്കണേ, ദിക്ർ നമ്മുടെ കൂടപ്പിറപ്പായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സഹാബിയോട് പറഞ്ഞു, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാ, അല്ലാഹുവിന്റെ സ്മരണയിലായി നിന്റെ നാവ് എപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എപ്പോഴും വേറൊരു ആവശ്യമില്ലാത്ത വർത്താനമില്ല. തസ്ബിയൊക്കെ നമുക്ക് സ്വന്തമായിട്ടുണ്ടാവണം. ഇപ്പൊ കൗണ്ടറിന്റെ തസ്ബി ഉണ്ട്, അപ്പൊ ഇരുന്ന് ഉറങ്ങിയാൽ എണ്ണം തെറ്റിപ്പോകുന്ന വിഷയമൊന്നുമില്ല. മറ്റേ തസ്ബി ഇങ്ങനെ മറിച്ചൊരു 33, 34 എത്തുമ്പോൾ താത്ത ഉറങ്ങി, പിന്നെ എഴുന്നേറ്റിട്ട് എവിടെയാണ് എത്തിയെന്ന് അറിയാൻ പറ്റില്ല, ഹാല് മറിഞ്ഞിരിക്കുക. അപ്പൊ കൗണ്ടറാണെങ്കിൽ കുഴപ്പമില്ല, അത്രയേറെ പ്രശ്നം വരത്തില്ല. അപ്പൊ ഒരു കൗണ്ടറിന്റെ തസ്ബി ആയിക്കോട്ടെ. അപ്പൊ ചെല്ലുന്നതിന് ഒരു എണ്ണം ഉണ്ടെങ്കിൽ ആ എണ്ണം നമ്മൾ ഓരോ ദിവസം ചെല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെയും സൂറത്തുൽ ഇഖ്ലാസിന്റെയും ഓരോ ദിവസം ഓതി വരുന്ന ജുസുവിന്റെ ഒക്കെ എണ്ണം നമുക്കുണ്ടെങ്കിൽ വളരെ സന്തോഷമാണ്. ഞാൻ മദീന പള്ളിയിൽ ഇശാ മഗ്‌രിബിനിടയിൽ ഇരിക്കുമ്പോൾ ഒരു സഹോദരൻ, അവിടെയുള്ളൊരു അറബി ആയിരിക്കാം, അദ്ദേഹം നല്ല കമീസൊക്കെ ധരിച്ചിട്ട് അദ്ദേഹം ഖുർആൻ ഓതുകയാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് ഇങ്ങനെ സംസാരിച്ച് അവസാനം അദ്ദേഹം ഇശാ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് അപ്പോൾ അദ്ദേഹം മുസാഫൊക്കെ മടക്കി വെച്ച് നല്ല റാഹത്തായിട്ട് സംസം വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഒരു 5 മിനിറ്റ് ദുആയിലൊക്കെ ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന സമയത്താണ് സംസാരിക്കുന്നത്. അതിനു മുമ്പ് ഖുർആൻ ഓത്താണ്. അപ്പോൾ അദ്ദേഹം ഞാനുമായി സംസാരിച്ച് ഇന്ത്യയിൽ നിന്നാണ്, കേരളത്തിൽ നിന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ ഒന്നും വന്നിട്ടില്ല, ഇന്ത്യ അറിയാം, അങ്ങനെയുള്ളൂ. അപ്പോൾ ഖുർആൻ ഓതുന്ന വിഷയവുമായി സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ മൊബൈൽ എടുത്ത് ഇങ്ങനെ കാണിച്ചു തന്നു. ഞാൻ ഞെട്ടിപ്പോയി. കാരണം അദ്ദേഹം 400-ലധികം ഖത്മുകൾ ഓൾറെഡി ഓതിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഓതിയ ഖത്മുകൾ എത്ര ഖത്മുകൾ ഓതി, എന്നാണ് തുടങ്ങിയത്, എന്നാണ് അവസാനിച്ചത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇപ്പോൾ ഏത് ജുസുകൾ ഓതിക്കൊണ്ടിരിക്കുന്നു, പല ഭാഗങ്ങളിൽ നിന്ന് ഓതുന്നുണ്ട്. അതൊക്കെ കൃത്യമായി അടയാളപ്പെടുത്തി അതൊക്കെ മൊബൈലിൽ മാർക്ക് ചെയ്ത് സിസ്റ്റമായിട്ട് വെച്ചിരിക്കുകയാണ്. അത് കണ്ടിട്ട് വല്ലാത്ത അത്ഭുതം. ഞാൻ പിന്നെ പലപ്പോഴും പോകുമ്പോഴും അദ്ദേഹത്തെ നോക്കിയിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. പലപ്പോഴും അദ്ദേഹത്തൊന്ന് മുസാഫത്ത് ചെയ്യാൻ പിന്നെ പലപ്പോഴും പോയിട്ട് മഗ്‌രിബിന് ശേഷം അവിടെയൊക്കെ തപ്പിയിട്ടുണ്ടെങ്കിലും കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനത്തെ ആളുകൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുണ്ട്.
നമ്മൾ ഖുർആൻ ഇന്ന് വരെ 40 പേജ് പോലും ഓതി തീർത്തിട്ടില്ല. പേര് വലിയ സുന്നിയാണ്, വലിയ ആളാ, ബാക്കി എല്ലാ വിഷയത്തിലും വലിയ അഗ്രേസിനാണ്. രാഷ്ട്രീയത്തിന്റെ വർത്താനമൊക്കെ വാതുറന്നാൽ 4ാമത്തെ ഡേറ്റിൽ ആര് ജയിക്കും, എത്ര വോട്ട് കിട്ടും, എവിടെയൊക്കെ ഭൂരിപക്ഷം കിട്ടും, ഇങ്ങനെയോട് ചോദിച്ചാൽ മതി. ചിലപ്പോൾ കമ്മിറ്റിക്കാർക്ക്, ആ രാഷ്ട്രീയക്കാർക്ക് പോലും അത്രയത്ര ആ വിഷയത്തിൽ അവബോധം ഉണ്ടാവില്ല. അത്ര വാചാലനാവും നമ്മളൊക്കെ. എല്ലാ വിഷയത്തെക്കുറിച്ചും അറിയാം, പക്ഷെ ദീനിന്റെ വിഷയത്തിൽ വട്ടപൂജ്യമാണ്. ദീനിന്റെ വിഷയത്തിൽ വട്ടപൂജ്യം. വയസ്സെത്രയായി? ഒരു ഖത്മ് പോലും ഇത്രയും കാലമായിട്ട് ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതിത്തീർക്കാത്ത ആളുകൾ വരെ ഇന്നും ഈ സമുദായത്തിലുണ്ട്. എത്ര മോശമാണ്. റമദാന്റെ 27ാം രാവിൽ പോലും കടന്നുറങ്ങി അതിൻ്റെതാകുന്ന രസാനുഭൂതികളെ, ആസ്വാദനങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകൾ വരെ ഈ ഉമ്മത്തിലില്ലേ? നഷ്ടപ്പെടുത്തി കളയുന്നവരില്ലേ? വെറുതെ ഉറങ്ങി തീർക്കാൻ. ബാക്കിയുള്ള എല്ലാ രാവുകളും ഹയാത്ത്. റമദാൻ ആവുമ്പോഴത്തേക്ക് നേരത്തെ കടന്നുറങ്ങി ആ രാവിന്റെ എല്ലാ മഹത്വത്തെയും നഷ്ടപ്പെടുത്തി. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ശൈലിയായിരുന്നു യസ്തഗ്ഫിറു ലഹു ഫീ കുല്ലി യൗമിൻ 100 മറ. 100 പ്രാവശ്യം നബി തങ്ങൾ ദിനേന ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഉന്നതനായ പടച്ചറപ്പിനോട് ഞാൻ പാപമോചനത്തിന് അർത്ഥിക്കുന്നു എന്നുള്ള ഈ ശ്രേഷ്ഠമായ ദിക്ർ എല്ലാ ദിവസവും അല്ലാഹുവിന്റെ റസൂൽ 100 പ്രാവശ്യം ചൊല്ലിയിരുന്നു. ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ ويمددكم بأموال وبنين ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. പരിശുദ്ധമായ ഖുർആൻ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ച് കൃത്യമായി ലോകരെ അടയാളപ്പെടുത്തുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാം തന്റെ സമൂഹത്തോട് പറയുകയാണ്, സമുദായമേ, ബിംബങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന സമൂഹമേ, അല്ലാഹുവിനോട് നിങ്ങൾ പാപമോചനത്തിന് തേടണേ. എല്ലാ തിന്മകളും ഒഴിവാക്കി പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ തേടിയാൽ അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണ്. റബ്ബ് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണ്. തീർന്നില്ല. കേവലം പാപം മാത്രം പൊറുക്കാനുള്ള ദിക്റായി ഇസ്തിഗ്ഫാറിനെ കാണല്ലേ. അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിക്കൊണ്ട് ലോകരെ പഠിപ്പിക്കുകയാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. മഴയില്ലാതെ വിഷമിക്കുന്ന മുസ്ലിമേ, മഴയില്ലാതെ വിഷമിക്കുന്ന സഹോദര സഹോദരി, അല്ലാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ട് നിലകൊണ്ടാൽ കുത്തിച്ചൊരിയുന്ന കാരുണ്യത്തിന്റെ മഴ അല്ലാഹു വർഷിച്ചു നൽകുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തീർന്നില്ല. ഖുർആനിലൂടെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ. സമ്പത്തില്ലാതെ വിഷമിക്കുന്നവരെ, സമ്പത്തില്ലാതെ വിഷമിക്കുന്ന സഹോദര സഹോദരി, സാമ്പത്തികമാകുന്ന ഞെരുക്കമുള്ളതാകുന്ന സഹോദര, സാമ്പത്തിക മാന്ദ്യം ഭയക്കുന്ന മുസ്ലിമേ, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് നീട്ടിത്തരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. തീർന്നില്ല. മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെ, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് പടച്ച റബ്ബിനോട് പൊറുക്കലിനെ തേടി നിലകൊണ്ടാൽ വബനീന, അല്ലാഹു നിങ്ങൾക്ക് സന്താനങ്ങൾ നൽകുമേ എന്നും പരിശുദ്ധമായ ഖുർആൻ. ഈ ലോകത്തിന് തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ പടച്ച റബ്ബ് നൽകുന്ന ഓഫറാണ്. ഇത് കേവലം വിഷുവിന് മാത്രമായി ഷോപ്പിംഗ് മാളുകളിലൂടെ വിതരണം ചെയ്യുന്ന ഓഫറുകളല്ല. കേവലം ക്രിസ്മസിന് രാവുകൾ
ദിനങ്ങളിലോ ഓണത്തിന്റെ ദിനരാത്രങ്ങളിലോ മാത്രമായി കൊടുക്കുന്നതായ ഓഫറിൻ്റെതാകുന്ന പൈസല്ല. ഇത് കാലാകാലം നൽകുന്നതായ വസിയത്താണ്. ഇത് കാലാകാലം നൽകുന്നതായ പ്രതിഫലമാണ്. ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നവരെ നിങ്ങൾക്ക് അല്ലാഹു പാപമോചനം നൽകുകയാണ്. കാരുണ്യത്തിന്റെ മഴ വർഷിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു സമ്പത്ത് അധികരിപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്താനങ്ങൾ നൽകുകയാണ്. തീർന്നില്ല വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ. ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞ നാളെ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് എത്തുമ്പോ സ്വർഗീയമാകുന്ന വിഭവങ്ങൾ നിങ്ങൾക്ക് വേണമോ? സ്വർഗം നിങ്ങൾക്ക് വേണോ? കേവലം ഒരു സ്വർഗീയ ഭവനമല്ല, വയജഅൽ ലക്കും ജന്നാത്തിൻ, സ്വർഗീയമാകുന്ന വീടുകൾ, സ്വർഗീയമാകുന്ന ഏറ്റവും വലിയ രമ്യഹർമ്മങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കുകയാ. തീർന്നില്ല, വയജഅൽ ലക്കും അൻഹാറാ. വെള്ളമില്ലാതെ കുടിവെള്ളത്തിന്റെ ക്ഷാമം പോലും കൃത്യമായി അളന്നു മുറിച്ചറിഞ്ഞിട്ടുള്ളതായ മുസ്ലിമേ, നിന്റെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളും അല്ലാഹു നീക്കുകയാ. കാലാകാലം സ്വർഗീയ അരുവികൾ അല്ലാഹു നിങ്ങൾക്ക് സമ്മാനിക്കുമേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. പാപം പൊറുക്കാൻ മാത്രമുള്ളതല്ല എന്ത്? അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞ ഒരു 3 അസ്തഗ്ഫിറുല്ലാഹ് ചെല്ലാൻ പോലും നമ്മുടെ കൗമിന് മനസ്സില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റിന്റെ മഹത്വമൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല, പറഞ്ഞ സമയം പോകും. അത് മാത്രം പറഞ്ഞ ദിക്റെന്ന് ഒരു വിഷയം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. സ്വർഗത്തിന്റെ നിധികളിൽ എത്ര നിധിയുണ്ട്? 4 ഒന്നിപ്പോ ചർച്ച ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ തന്നെ നമ്മുടെ സമയം മണിക്കൂറുകൾ പോവുകയാണ്. ബാക്കിയൊക്കെ പറയണ്ടേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ശ്രദ്ധിച്ചോ, ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാക്കിക്കോ. ഇന്ന് മുതൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 അസ്തഗ്ഫിറുല്ലാഹൽ അദീം എല്ലാ ദിവസവും കണ്ടിന്യൂസ്, ഒഴിവാക്കാൻ പാടില്ല. അത് മസ്റ്റാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാപമുള്ള വ്യക്തിയാണോ? അല്ല. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന ലിയഗ്ഫിറ ലകല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ വയുതിമ്മ നിഅമതഹു അലൈക വയഹ്ദിയക സിറാത്തൻ മുസ്തഖീമ. തങ്ങളുടെ മുൻപിൻ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തതാ. പിന്നെ ഇതിനെ തങ്ങൾ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചെല്ലുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾക്കാ. അത് മനസ്സിലാക്കേണ്ടത്. ദാ ഹദീസ് കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മല്ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ വമിൻ കുല്ലി ഗമ്മിൻ മഖറജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബു. ആരൊരുവനെ മുടങ്ങാതെ ഇസ്തിഗ്ഫാറിനെ ലാസിമാക്കിയോ, അഥവാ നിർബന്ധ ബുദ്ധിയ അത് മുടങ്ങാതെ എല്ലാ ദിവസവും ചൊല്ലി വരുന്ന ഏതൊരു മുസ്ലിമുണ്ടോ മുസ്ലിമത്തുണ്ടോ, അവരുടെ എല്ലാ മനക്ലേശങ്ങളും എല്ലാ മനപ്രയാസങ്ങളും അല്ലാഹു ഇല്ലാതാക്കുമേ. അവർ ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ അല്ലാഹു റിസ്ക് നൽകിക്കൊണ്ടിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റിസ്ക് എന്ന് പറഞ്ഞാൽ ഫുഡ് മാത്രമല്ല, അങ്ങനെ ചില ആളുകൾ കരുതുന്നുണ്ട്. റിസ്ക് എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾപ്പെട്ടു. നല്ല വീട്, നല്ല വാഹനം, നല്ല വസ്ത്രം, നല്ല പാർപ്പിടം, നല്ല ഭക്ഷണം എല്ലാം ഉൾപ്പെട്ടതാണ് എന്ത്? റിസ്ക്. വിഭവങ്ങൾ എന്നാണ് അർത്ഥം. നമ്മൾ ബറാത്ത് രാവിലെ 3 യാസീൻ ഓതുമല്ലോ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ. അതിലൊന്നെന്താണ്? റിസ്ക് വിശാലമാകുക എന്നുള്ള നിയ്യത്താണ്. അതെല്ലാം ഉൾപ്പെട്ടു. നല്ല വീട്, വാഹനം, വസ്ത്രം, ഭക്ഷണം എല്ലാം ഉൾപ്പെട്ടതാണ്. വിഭവങ്ങൾ അത് അല്ലാഹു നിങ്ങൾക്ക് നൽകും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബു. വിചാരിക്കാത്ത ഭാവത്തിലൂടെ നിന്റെ കാര്യങ്ങളൊക്കെ അല്ലാഹു എളുപ്പമാക്കും. ചില ആളുകൾ പറയാറുണ്ടല്ലോ, സദാ വീട് പണി തുടങ്ങാൻ. തുടങ്ങിക്കോ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 6 മാസം കഴിയുമ്പോൾ ഇയാൾ വന്നിട്ട് പറയും, ഒന്നും ഇല്ലായിരുന്നു അന്ന് തുടങ്ങാൻ, പക്ഷെ അൽഹംദുലില്ലാ എങ്ങനെയാണ് തീർന്നെന്നറിയില്ല, എനിക്ക് പോലും അറിയില്ല. ഞാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോൾ അല്ലാഹു തആല എല്ലാം എനിക്ക് അടുപ്പിച്ചു തന്നു, അങ്ങനെ എൻ്റെ വീടിന്റെ പണി പൂർത്തീകരിച്ചു. പറയുന്നില്ലേ? എത്ര ആളുകൾ പറയുന്നുണ്ട്?
എന്താ കാരണം? അള്ളാഹു അവനെ ദിക്ർ ചെല്ലുന്നവനാക്കി, അവന്റെ ചില ദിക്റുകളിലൂടെ പടച്ചറബ് അവനെ കബൂലാക്കി. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബു, നമ്മൾ പോലും വിചാരിക്കാത്ത പാപത്തിലൂടെ അള്ളാഹ് എല്ലാം ഇങ്ങനെ അടുപ്പിച്ചു തരും. ചില ആളുകൾ മകളുടെ കല്യാണം ഒന്നുമില്ല കയ്യിൽ കേട്ടോ, ഒരു തരി പൊന്നു പോലും ഇല്ല, ഒരു രൂപ പോലും ഇല്ല, പക്ഷെ നീയത്ത് വെച്ചങ്ങ് ഇറങ്ങി നല്ല നിസ്കാരവും ഇബാദത്തുള്ള ഉമ്മാക്കും ഉപ്പാക്കുള്ള മകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറായ നിലയ്ക്ക് ഒരു വരന്റെ കയ്യിലേക്ക് എത്തിച്ചു. ഒരു കടം പോലും ഇല്ല. എങ്ങനെ എത്തിച്ചത്? അവന്റെ ദിക്റിലൂടെ, അവന്റെ ഔറാദിലൂടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് അത് വേണം, അതില്ലെങ്കിൽ പോയി. അള്ളാഹു നമ്മളെ തൗഫീഖ് നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. നിർബന്ധമായിട്ട് ഇത് വരണം. നമ്മുടെ ആളുകളിൽ ഇതില്ല. ഇന്നത്തെ തലമുറയിൽ വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ദിക്ർ നല്ലതുപോലെ മുറുകെ പിടിച്ചോ, ദിക്ർ നല്ലതുപോലെ മുറുകെ പിടിച്ചോ. ഒരു ദിവസം പോലും ദിക്ർ ചെല്ലാത്തവനായി മാറരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 എണ്ണം മുടങ്ങാതെ വരണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 70,000 പ്രായമുള്ള ആളുകളൊക്കെ ഇനി വൈകിക്കരുത്. ദിനേന 1000 വീതം ചെല്ലി 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 അതിങ്ങനെ എഴുതി വെക്കണം കറക്റ്റായിട്ട്. ഇനി നമുക്കത് ചെല്ലിത്തിട്ട് മരിക്കാവുള്ള ആ നിയ്യത്ത് വേണം. സൂറത്തുൽ ഇഖ്ലാസ് എല്ലാ ദിവസവും ഒരു 100 എണ്ണം വീതം ഓതി 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 റാഹത്തായിട്ട് എഴുതി വെക്കണം. ഇന്ന് എത്ര ഓതി, ഡേറ്റ് ഇടണം, ഇന്ന് എത്ര ഓതി, ഇന്ന് എത്ര ഓതി, അങ്ങനെ അങ്ങനെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ചെയ്തു നോക്കുക. നിങ്ങൾ കുറച്ചും കൂടി ചെല്ലുമ്പോൾ അതിലൊരു മാധുര്യം വരും ആ എഴുതി വെക്കുന്നത്. കാരണം നമുക്ക് തന്നെ മനസ്സുകൊണ്ട് ഒരു സംതൃപ്തി വരും, ഞാൻ വിജയിക്കും. അങ്ങനെ ഉണ്ടല്ലോ, പരീക്ഷയ്ക്ക് എഴുതിയിട്ടുള്ളതാകുന്ന ഒരു വിദ്യാർത്ഥി അവൻ നല്ല രീതിയിൽ പേപ്പർ വാങ്ങിച്ച് നല്ലതുപോലെ ഒരുപാട് എഴുതിയിട്ടുണ്ടെങ്കിൽ അവന് തന്നെ ഒരു ആത്മവിശ്വാസം, ഞാൻ എന്തായാലും ജയിക്കും, ഉറപ്പാണ്. ജയിക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഈ ഒരു വിശ്വാസം നമുക്കിന്നില്ലാത്തത് എന്തുകൊണ്ടാണ്? നമുക്കിന്ന് നന്മയുടെ ഏടുകൾ എടുക്കാനില്ല. ദിക്റിന്റെ, ഔറാദിന്റെ, ഖുർആനോത്തിന്റെ, അമലിന്റെ, സ്വലാത്തിന്റെ ഏട് നമ്മുടെ കൈകളിലില്ല. അതാണ് പറ്റിപ്പോയത്. നമ്മളിവിടെ മജ്ലിസുനൂർ ഓതിയല്ലോ. മഹാനാകുന്ന ശംസുൽ ഉലമാ ഇ.കെ. അബൂബക്കർ നവ്വറല്ലാഹു മർഖദ മഹാനുഭാവൻ, അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. ശംസുൽ ഉലമാ ഉസ്താദ് അവറുകൾ എല്ലാ ദിവസവും രാവിലെ സുബഹിക്ക് ശേഷവും വൈകിട്ടും മഗ്രിബ് കഴിഞ്ഞും 2 പ്രാവശ്യം ഓതുമായിരുന്നു അസ്മാഉൽ ബദർ. 2 വട്ടം ഓതും. എന്റെ വല്ലുപ്പ ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് അവരും ഓതും, 2 പ്രാവശ്യം ഓതും. സൂഫിയാക്കൾ മഹത്തുക്കളൊക്കെ 2 പ്രാവശ്യം ഓതാനാണ് നിർദ്ദേശിക്കുന്നത്, രാവിലെയും വൈകിട്ടും. കാരണം എല്ലാ കള്ള ത്വരീഖത്തുകളിൽ നിന്നും ഹിദായത്തിന്റെ ത്വരീഖത്തിലേക്ക് വെളിച്ചം വീശാൻ അത് കാരണമാകും. ഒരാളും അവരുടെ മുന്നിൽ വന്ന് നിൽക്കില്ല, ഒരാളെ ഭയപ്പാടില്ല. അല്ലാഹു അല്ലാതെ മറ്റൊരു മഖ്ലൂക്കിനെ പേടിക്കേണ്ടി വരില്ല. കാരണം മുറുകെ പിടിക്കുന്നത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അസ്ഹാബുൽ ബദരീങ്ങളെയുമാണ്. ആരാണ് സഹാബുൽ ബദരീങ്ങൾ എന്ന് ബഹുമാനപ്പെട്ടതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് ചോദിക്കുന്നു, നബിയെ തങ്ങളൊന്ന് പറയണം, മാ തഅദൂന അഹ്ല ബദരിൻ ഫീക്കും, നിങ്ങളുള്ള സഹാബുൽ ബദരീങ്ങളെ എണ്ണി കണക്കാക്കുന്നത് എങ്ങനെയാണ്? നബി തങ്ങൾ പറഞ്ഞു, മിൻ അഫ്ളലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണവർ. ഇനി അതിന്റെ മുകളിൽ ഒരു വാക്ക് പറയാനില്ല. മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് അസ്ഹാബുൽ ബദരീങ്ങൾ. ഫഖാല ലി ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, നബി തങ്ങൾ പറയുകയാണ്, ഫകദാലിക മിമ്മൻ ശഹീദ ബദർ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും പരിശുദ്ധമാക്കപ്പെട്ട ബദറിൽ ഇറങ്ങിയതാകുന്ന 5000-ഓളം വരുന്ന മലക്കുകളുണ്ട്. അവർക്ക് കോടാനുകോടി മലക്കുകൾക്കിടയിൽ ഏറ്റവും വലിയ സ്ഥാനം അവർക്കാണുള്ളത് എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞുവെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ബദറിൽ ഇറങ്ങി മലക്കുകൾ 5000, അവർക്കുണ്ട് വാളുകൾ, പിന്നിലായി 1 മുഴം. അസ്ഹാബുൽ ബദരീകളാകുന്ന ബദറിൽ ഇറങ്ങിയതാകുന്ന മലായികത്തുകൾ മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാകുന്ന ആളുകളാണ് എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞുവെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നോക്കൂ നിങ്ങൾ, മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളുകൾ അംബിയാ മുർസലീങ്ങളെ കഴിഞ്ഞാൽ പിന്നെ അസ്ഹാബുൽ ബദരീങ്ങളാണ്. നബി തങ്ങൾ പഠിപ്പിക്കുക. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ശരിക്കും മനസ്സിലാക്കണേ, ആ സ്വഹാബുൽ ബദരീങ്ങളുടെ പേരുകൾ ദിനേന അനുസ്മരിച്ചാൽ വിജയിക്കും, ഉറപ്പാണ്. എന്നല്ല, മുൻകഴിഞ്ഞു പോയിട്ടുള്ള മഹത്തുക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ അവരവരുടെ വിലായത്തിന്റെ തലം തീർക്കാൻ കാരണം തന്നെ ഈ മഹത്തുക്കളാകുന്ന മഹാന്മാരുടെ പേരുകൾ ഉച്ചരിച്ച കാരണത്താലാണ്. ബദറിന്റെ ഈ മജ്ലിസ് എന്നൊക്കെ പറഞ്ഞാൽ നിസാരായിട്ട് കാണരുത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിലൊക്കെ പങ്കെടുക്കണം. എല്ലാ ദിവസവും അത് ഓതാൻ പറ്റുമെങ്കിൽ മജ്ലിസിനൂർ വീട്ടിൽ ഓതണം. മാസത്തിലേപ്പോ നമ്മുടെ മജ്ലിസ് നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു ഇത് സ്വീകരിക്കുമാറാവട്ടെ. ഉറക്കെ പറയൻ, അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ.